അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ ഇറങ്ങി വരുന്നതിന് മുമ്പേ ഖബറിലേക്ക് ഇറങ്ങി വരുന്ന മലക്കിനെ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമല്ലോ, ആ മലക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പ് ഖബറിൽ ഒരു മലക്ക് വരുന്നുണ്ടല്ലോ നബിയേ, ആ മലക്കിനെ കുറിച്ച് തങ്ങളൊന്ന് വിവരിച്ചു തരാമോ നബിയേ? فقال رسول الله صلى الله عليه وسلم തങ്ങൾ ആ സമയത്ത് മറുപടി പറയുകയാണ്, ആ മലക്ക് അവന്റെ പേരാണ് റൂമാൻ എന്ന പേരുള്ള മലക്ക്. ചെറുപ്പക്കാരാ, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ വരാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും എല്ലാവരും കിടക്കുന്ന ഖബറിന്റെ അകത്ത് അനുഭവിക്കാനുള്ളതാണ്. മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ ഖബറിൽ അനുഭവിച്ചതാ, മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളെ ഖബറിന്റെ അകത്ത് അനുഭവിച്ചതാണ്. ഏതൊരു മനുഷ്യന്റെ ഖബറിലേക്കും ഈ മലക്ക് വരുന്നതാണ്. എന്നിട്ട് മുത്തുനബി പറയുകയാ, യദ്ഖുലു അലൽ മയ്യിതി സുമ്മ യഖൂലു ലഹു, ആ മലക്ക് വന്നിട്ട് ഖബറിന്റെ അകത്തേക്ക് ആ മലക്ക് ഇറങ്ങി വന്നിട്ട് ആ ഖബറാളിയോട് സലാം പറയുന്നതാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് സലാം പറയുന്നതാ. എല്ലാവരോടും പറയൂല. ഖബറിൽ കിടക്കുന്ന മയ്യത്ത് നല്ല മയ്യത്താണോ? റൂമാൻ എന്ന മലക്ക് വന്നിട്ട് സലാം പറയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്ത് സ്വാലിഹായ മയ്യത്താണോ? നിസ്കാരം മുറപോനെ കൊണ്ടു നടന്ന മയ്യത്താണോ? ഇബാദത്തുകൾ മുറപോനെ കൊണ്ടു നടന്ന മയ്യത്താണോ? ആ മയ്യത്തിനോട് റൂമാൻ എന്ന മലക്ക് വന്ന് സലാം പറയും സഹാബ. ആ മലക്ക് വരുമ്പോ ആ മലക്കിന്റെ മുഖത്ത് വലിയ പ്രകാശമാണ് സഹാബ. കണ്ടിട്ടില്ലേ നിങ്ങള്? പകൽ വെളിച്ചത്തിൽ സൂര്യന്റെ പ്രകാശം തട്ടുന്നത് കണ്ടിട്ടില്ലേ? ഇതേ പ്രകാരം ആ മയ്യത്ത് എത്രത്തോളം സ്വാലിഹാണോ അത്രത്തോളം പ്രകാശം ആ ഖബറിലേക്ക് വരുമെന്നാ. ഉമ്മമാരെ, നിങ്ങളെ എത്രത്തോളം ഇബാദത്ത് ദുനിയാവിൽ നിന്ന് എടുത്തിട്ടുണ്ടോ ആ ഇബാദത്തിന്റെ തോതനുസരിച്ച് ഖബറിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രകാശം തരുമെന്നാണ്. ഈ ദുനിയാവിൽ എത്രത്തോളം അമലുകൾ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് റൂമാൻ എന്ന മലക്ക് നമ്മളെ ഖബറിൽ വരുമ്പോ ആ ഇബാദത്തിനനുസരിച്ച് ഖബർ ഇങ്ങനെ പ്രകാശിക്കുമെന്നാ. ഇബാദത്ത് കുറഞ്ഞവരാണോ? സൽക്കർമ്മങ്ങൾ കുറഞ്ഞവരാണോ? നിസ്കാരങ്ങളും നോമ്പുകളും സൽപ്രവർത്തനങ്ങളും ജീവിതത്തിൽ കുറഞ്ഞവരാണോ? അവരെ ഖബറിലേക്ക് റൂമാൻ എന്ന മലക്ക് വരുമ്പോ ആ ഖബറിലെ വെളിച്ചം അങ്ങനെ കുറഞ്ഞു പോകുമെന്നാണ്. നമ്മളെ വീട്ടില് കത്തുന്ന ബൾബ് കണ്ടിട്ടില്ലേ നിങ്ങളെ? ആ ബൾബ് നല്ല വോൾട്ടേജ് ഉള്ള സമയത്ത് നല്ല പ്രകാശം ഉണ്ടാകുമല്ലോ. വോൾട്ടേജ് കുറയുമ്പോ അതിന്റെ ലൈറ്റ് ഇങ്ങനെ അണഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ നിങ്ങളെ? ഇതുപോലെയാണ് ചെറുപ്പക്കാരാ നമ്മുടെ ഖബർ മോനെ, ഇതുപോലെയാണ് പൊന്നുമോളെ നമ്മുടെ ഖബർ മോളെ, ഇതുപോലെയാണ് ഉമ്മമാരെ നമ്മുടെ ഖബർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ കൂടുതലുണ്ടോ? ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റൂമാൻ എന്ന മലക്ക് വരുമ്പോ എന്റെ ഖബറിൽ അല്ലാഹു വെളിച്ചം തരുന്നതാണ്. നിങ്ങൾ ഒരുപാട് സ്വതക്ക ചെയ്തവരാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് നന്മ ചെയ്തവരാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരാണെങ്കിൽ അല്ലാഹ് നിങ്ങളെ കിടക്കുന്ന ഖബറിന്റെ അകത്ത് ആ വെട്ടം അല്ലാഹു തരുന്നതാണ്. നിങ്ങളെ കിടക്കുന്ന ഖബറിന്റെ അകത്ത് റൂമാൻ എന്ന മലക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ പരിസരത്തെല്ലാം അവന് പ്രകാശമടിക്കുന്നതാണ്. ഖബറിങ്ങനെ വെട്ടിത്തിളങ്ങുന്നതാ, ഖബറിങ്ങനെ പ്രകാശപൂരിതമാകുന്നതാ. നേരെ മറിച്ച് റമളാനായിട്ട് കല്ലുവടി അവസാനിപ്പിക്കാത്തവരെ, റമളാനായിട്ട് ലഹരി ചുണ്ടിൽ നിന്ന് മാറ്റാത്തവരെ, റമളാനായിട്ട് ഹറാമിയത്തിൽ നിന്ന് വിട്ടു നിൽക്കാത്തവരെ, റമളാനായിട്ട് സീരിയലിൽ സിനിമയുടെ പിന്നാലെ പോകുന്നവരെ,
റമദാനിലാവ മറവിന്ദിലാവ രാപ്പകലില്ലാതെ പാതിരാ സമയത്ത് ഉച്ച സമയത്ത് അറിവിന്റെ സാഗരങ്ങള് ഫിക്റിന്റെ സാഗരങ്ങൾ നിങ്ങളെ മുമ്പിലേക്ക് അല്ലാഹു ഇന്റർനെറ്റിലൂടെ വെച്ചു തരുമ്പോ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹറാമിയത്ത് തേടിപ്പോകുന്നവരാരാ? ദിവസങ്ങളായി വീടിന്റെ കത്തളങ്ങളിൽ റമദാനിലാവ മറവിന്ദിലാവിന്റെ മജ്‌ലിസ് കേൾക്കുമ്പോ ഇതെല്ലാം നന്നാവാനുള്ള അവസരം അല്ലാഹു നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ സിനിമ കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അതിന് പകരമായിട്ട് വിജ്ഞാനത്തിന്റെ വേദി നിങ്ങൾക്ക് ഒരുക്കി തരുമ്പോ സീരിയൽ കാണുന്ന ടിവിക്കകത്ത് തന്നെ വിജ്ഞാനത്തിനുള്ള വഴികൾ അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി തരുമ്പോ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ വീണ്ടും ഹറാമിയത്തിന്റെ വഴികളെ തേടി പോകുന്നവനുണ്ടോ? എത്ര കുറ്റം പറഞ്ഞാലും മതി വരൂല, എത്ര ഗീബത്ത് പറഞ്ഞാലും മതി വരൂല, എത്ര ഫസാദ് പറഞ്ഞാലും മതി വരൂല. നായികക്ക് 40,000 വട്ടം എത്ര വായ ഉറപ്പിച്ച് തൊള്ള പൊട്ടിച്ച് പറഞ്ഞാലും പിണങ്ങി നിൽക്കുന്നതിന് യാതൊരു മാറ്റവുമില്ലാതെ എന്റെ മനസ്സ് മാറൂല, എന്റെ മനസ്സ് മാറൂല ഉസ്താദേ. എത്ര വാല പറഞ്ഞിട്ട് ഞാൻ എന്റെ മനസ്സ് മാറൂല, ഞാൻ എന്റെ മരുമോളോട് മുണ്ടൂല്ല, ഞാൻ എന്റെ അമ്മായിമ്മയോട് മുണ്ടൂല്ല, ഞാൻ പിണക്കത്തിൽ നിന്ന് ഒരടി പോലെ പിന്നോട്ടടിക്കൂല എന്ന പാറ പോലെ ഉറച്ച മനസ്സുണ്ടോ? പാറ പോലെ ഉറച്ചു പോയ മനസ്സുണ്ടോ? സ്നേഹത്തിന്റെ വാക്കിൽ വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് മിണ്ടണം കേട്ടോ, പിണക്കങ്ങളെ മാറ്റണം കേട്ടോ. അറിവിന്ദിലാവ് കേൾക്കുന്ന കുടുംബമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിണങ്ങി നിൽക്കുന്ന കുടുംബമാവാ പാടില്ല. നിങ്ങൾ അയൽവാസിയെ നോമ്പ് തുറക്കാൻ വിളിച്ചു, അതല്ലെങ്കിൽ 4 മക്കളിൽ നിന്ന് 3 മക്കളെ വിളിച്ചു. എന്തേ നിങ്ങളെ മറ്റുള്ളവനെ മാറ്റി നിർത്തിയത്? അവന് വരണ്ട, അവനെ മനഃപൂർവ്വം നിങ്ങൾ അവൈഡ് ചെയ്തതാണോ? മനഃപൂർവ്വം നിങ്ങളെ മാറ്റി നിർത്തുന്നതാണോ? മനഃപൂർവ്വം നിങ്ങളെ മാറ്റി നിർത്തുന്നതാണോ? ഓനെ ഞങ്ങളെ കുടുംബത്തിൽ കൂടണ്ട, ഓനെ ഞങ്ങളെ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തണോ? ഓളെ ഞങ്ങളെ കുടുംബത്തിൽ വരണ്ട, ഓളെ ഞങ്ങളെ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തണമെന്ന ദുഷിച്ച ചിന്തയുമായിട്ടാണോ നടക്കുന്നത്? ഇല്ല 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 ഇല്ല. എത്ര റമദാൻ വന്നാലും നമ്മുടെ ഹൃദയത്തിന് അല്ലാഹു പ്രകാശം തരൂല്ല. റമദാൻ എന്നാൽ കരിച്ചു കളയുക എന്നാണ് മഹാന്മാരെ അർത്ഥം പറഞ്ഞത്. എത്ര വലിയ പാപമാണെങ്കിലോ, എത്ര വലിയ തെറ്റാണെങ്കിലോ, എത്ര വലിയ കുറ്റമാണെങ്കിലോ ആ കുറ്റത്തിനെ എല്ലാം കരിച്ചു കളയുന്ന മാസമേ റമദാൻ, കരിച്ചു കളയുന്ന മാസമേ റമദാൻ. അതുകൊണ്ട് പിണക്കങ്ങളെല്ലാം മാറ്റുക. നമ്മളെ കബറിൽ കിടക്കുമ്പോ റൂമാണെന്ന മനക്ക് നമ്മുടെ കബറിൽ ഇറങ്ങി വരുമ്പോ നമ്മുടെ കബറെങ്ങനെ പ്രകാശിക്കണം ചെറുപ്പക്കാരാ, നമ്മുടെ കബറെങ്ങനെ പ്രകാശിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ ഞങ്ങളെ കബറിലേക്ക് നീ പ്രകാശം തരണേ അല്ലാ. അങ്ങനെ റൂമാൻ എന്ന മലക്ക് ഖബറിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അൽഹംദുലില്ലാഹ് ഖബർ ഇങ്ങനെ പ്രകാശിക്കും. നല്ല വെളിച്ചാണ്, നല്ല വെളിച്ചം. നമ്മൾ പറയല്ലേ, ഓ ഞങ്ങട്ട് വന്നപ്പോ തന്നെ കറണ്ട് വന്നു, നമ്മളങ്ങോട്ട് വന്നപ്പോ തന്നെ കറണ്ട് എങ്ങാനും പോയല്ലോ, ഓ ചേട്ടൻ കേറി കാലയുടെ കുത്തിയപ്പോ തന്നെ കറണ്ട് പോയി. ആ നമ്മള് പറയണ വാക്കാണ്, ചേട്ടൻ കാലയുടെ കുത്തിയ പോലെ ഓൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഓൻ പറയാം ചേട്ടൻ കാലയുടെ കുത്തിയ പോലെ കറണ്ട് പോയി. അപ്പൊ നമ്മൾ പറയല്ലേ ഉച്ചയുടെ വന്നപ്പോ എന്തൊരു വെളിച്ചം, മാഷാ അല്ലാഹ്. ആ വെളിച്ചം ഖബറിലേക്ക് അങ്ങോട്ട് വരും. ആര് വരുമ്പോ റൂമാൻ എന്ന മലക്ക് കണ്ട് വരുമ്പോ അൽഹംദുലില്ലാഹ്. അങ്ങനെ ആ മലക്ക് വന്നേ, ആ മലക്ക് വന്നിട്ടോ ചോദിക്കും, ആദ്യം ചോദിക്കും എന്താണ്, നമ്മൾ ആദ്യം ചോദിക്കല്ലേ എന്താ വർത്താനം, സുഖല്ലേ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നല്ല റാഹത്താണ്. എന്താണ് വിശേഷം, സുഖല്ലേ? നല്ല മനുഷ്യനാണെങ്കിൽ നല്ല റാഹത്തില് ചോദിക്കും, എന്താ സുഖല്ലേ? അൽഹംദുലില്ലാഹ് റാഹത്താണ്. നേരെ മറിച്ച് ചീത്ത ആളാണ് കബല കിടക്കുന്നത്, എന്താ തന്റെ വർത്താനോ? ചോദ്യത്തുമെന്ന് മനസ്സിലാക്കാം നമുക്ക്, ചോദ്യത്തുമെന്ന് തിരിയും അല്ലേ? എന്താ മാനെ വർത്താനം, എന്താ മാളെ സുഖാണോ? ആ അൽഹംദുലില്ലാഹ് സുഖാമാ, സുഖപ്പാ, സുഖാണിക്ക, സുഖാണിത്ത, നമ്മളങ്ങനെ പറയും. അപ്പൊ ആ ചോദ്യത്തുമെന്ന് മനസ്സിലാക്കാം, അത് സ്നേഹത്തിന്റെ ചോദ്യമാണ്. നേരെ പക്ഷെ എന്താന്റെ വർത്താനം, സുഖല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലേ? ആദ്യം നമുക്ക് മനസ്സിലാക്കാം ഇത് ചോദ്യം തന്നെ എന്തില്ല, സുഖല്ല, ചോദ്യം തന്നെ സുഖല്ല. അപ്പൊ രണ്ടുമെന്ന് മനസ്സിലാക്കാം. ആ മലക്കിന്റെ ചോദ്യത്തുമെന്ന് മനസ്സിലാക്കാം.
മനസ്സിലാക്കാം ഇതിപ്പോ പണി വാളോ ഇല്ലേ നല്ല നല്ല റാഹത്തിലാണോ അൽഹംദുലില്ലാഹ് സുഖാണോ റാഹത്തല്ലേ അയിമന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് മലക്ക് വന്ന് പറയും ആദ്യം മലക്ക് വന്നിട്ട് കൂടുതൽ നേരം നിൽക്കൊന്നുമില്ല കാരണം ആ മലക്കിന്റെ ഡ്യൂട്ടി എന്നതാണല്ലോ ഒരു ഖബറിൽ നിന്ന് മറ്റൊരു ഖബറിലേക്ക് ആ ഖബറിൽ നിന്ന് മറ്റൊരു